എറണാകുളം കളമശ്ശേരിയിൽ മഞ്ഞപ്പിത്തം പടരുന്നു. കുട്ടികളടക്കം 40-ലധികം പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. ഒരു കുട്ടിയുടെ നില ഗുരുതരം. HMT എസ്റ്റേറ്റ് ഭാഗത്തും 21 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. സഹിൻ ആന്റണിയുടെ വിശദാംശങ്ങളുമായി. സഹിൻ, മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യം, ഒരു കുട്ടിയുടെ നില ഗുരുതരമാണെന്ന് മനസ്സിലാകുന്നു. എങ്ങനെയാണ് പൊതുവേ ഉള്ള ഒരു വിലയിരുത്തൽ? എന്താണ് ആരോഗ്യവകുപ്പ് പറയുന്നത്? അതിന് കഴിഞ്ഞ മാസം, അതായത് ഈ കളമശ്ശേരി നഗരസഭയുടെ തൊട്ടടുത്ത് കിടക്കുന്ന തൃക്കാക്കര നഗരസഭയിലായിരുന്നു മഞ്ഞപ്പിത്തം വ്യാപകമായി പിടികൂടിയിരുന്നത്. ഇത്തവണ അത് കളമശ്ശേരി ഭാഗത്തേക്കും കയറിയിരിക്കുന്നു, അല്ലെങ്കിൽ അവിടെയും വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 40-ലധികം പേർക്ക് ഈ കഴിഞ്ഞ 4 ദിവസത്തിനിടെ മഞ്ഞപ്പിത്തം പിടിപെട്ടിട്ടുണ്ട്. ഇതിൽ HMT എസ്റ്റേറ്റ് ഭാഗത്ത് 21 പേർക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടികളടക്കമുള്ള ആളുകളെ രോഗം ബാധിച്ചിരിക്കുന്നു. ഒരു കുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറുപ്ര, ഒപ്പം തന്നെ പെരിങ്ങഴ പൈപ്പ് ലൈൻ ഭാഗത്താണ് വ്യാപകമായി മഞ്ഞപ്പിത്തം പിടിപെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പൈപ്പ് ലൈൻ ഭാഗത്ത് പൈപ്പ്, അതായത് ശുദ്ധജലം കൊണ്ടുപോകുന്ന പൈപ്പ് പൊട്ടി റോഡിലൂടെ ഒഴുകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കൃത്യമായി തന്നെ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ആക്ഷേപം കൂടി നിലനിൽക്കുകയാണ്. മാത്രമല്ല, മലിനജലം ഈ കുടിവെള്ളത്തിലുമായി കലരുന്നു എന്നുള്ളതും ജനം പറയുന്നുണ്ട്. കാരണം പലയിടങ്ങളിലും വ്യാപകമായി പൈപ്പ് പൊട്ടുന്നുണ്ട്. റോഡുകൾ പലയിടങ്ങളിലും പണിയുന്നതിൻ്റെ ഭാഗമായി തന്നെ പൈപ്പുകൾ പൊട്ടി മലിനജലം ശുദ്ധജലവുമായി കലരുകയാണ്. അങ്ങനെയാണ് രോഗം പിടിപെടുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കളമശ്ശേരി നഗരസഭയ്ക്ക് കീഴിലുള്ള ഒട്ടുമിക്ക ഇടങ്ങളിലും ആരോഗ്യവകുപ്പിൻ്റെ പരിശോധനയും ശക്തമാക്കിയിരിക്കുകയാണ്. ഈ പരിശോധനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചതോടെയാണ് മഞ്ഞപ്പിത്തം വ്യാപകമായി നഗരസഭയ്ക്ക് കീഴിൽ പിടിപെട്ടിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും 40-ലധികം പേർക്കാണ് മഞ്ഞപ്പിത്തം പിടിപെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഔദ്യോഗികമായ ഒരു കണക്ക് കഴിഞ്ഞ ദിവസം മാത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇനി പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണക്കുകളുടെ എണ്ണത്തിൽ ഇനിയും വർധനവുണ്ടാകാനുള്ള സാഹചര്യമുള്ളത്. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.